ഹരിയാന രാഷ്ട്രീയം കലങ്ങി മറിയുകയാണ്. ഒരു ഭൂരിപക്ഷം നഷ്ടപ്പെട്ട ബി.ജെ.പി. സർക്കാരാണ് ഇപ്പോൾ ഹരിയാന ഭരിക്കുന്നത്. 3 സ്വതന്ത്രർ പിന്തുണ പിൻവലിച്ചതോടെയാണ് ഹരിയാനയിലെ ബി.ജെ.പി. സർക്കാരിന് ഭൂരിപക്ഷം നഷ്ടമായത്. സർക്കാരിനെതിരെ കോൺഗ്രസ് അവിശ്വാസ പ്രമേയം കൊണ്ടുവന്നാൽ അതിനെ പിന്തുണയ്ക്കുമെന്ന് മുൻ ബി.ജെ.പി. സഖ്യകക്ഷിയായ ജനനായക് ജനതാ പാർട്ടിയുടെ നേതാവ് ദുഷ്യന്ത് ചൗട്ടാല പ്രഖ്യാപിച്ചു കഴിഞ്ഞു. എന്നാൽ കോൺഗ്രസ് അല്പം കരുതലോടെയാണ് ഹരിയാനയിൽ നീങ്ങുന്നത്. ഈ വർഷം അവസാനം തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്നത് കൊണ്ട് തന്നെ ഭൂരിപക്ഷം നഷ്ടപ്പെട്ട സർക്കാരിനെ പിരിച്ചുവിടണമെന്നും സംസ്ഥാനത്ത് പ്രസിഡന്റ് ഭരണം ഏർപ്പെടുത്തണമെന്നും അതോടൊപ്പം തന്നെ ഈ വർഷം അവസാനം നടക്കാനിരിക്കുന്ന തെരഞ്ഞെടുപ്പ് നേരത്തെ നടത്തണമെന്നുമാണ് കോൺഗ്രസിന്റെ ആവശ്യം. എന്തായാലും സംസ്ഥാനത്ത് ബി.ജെ.പി. സർക്കാരിനെതിരെ ആഞ്ഞടിക്കുന്ന ജനരോഷത്തെ തണുപ്പിക്കാനായിരുന്നു നേരത്തെ മുഖ്യമന്ത്രി ഉൾപ്പെടെ മാറ്റി ബി.ജെ.പി. ഒരു നിർണായക നീക്കം ഹരിയാനയിൽ നടത്തിയത്. എന്നാൽ ഇപ്പോൾ 3 സ്വതന്ത്രർ ഹരിയാനയിൽ ബി.ജെ.പിക്കുള്ള പിന്തുണ പിൻവലിച്ചിരിക്കുകയാണ്. ഇതോടെ ബി.ജെ.പി. സർക്കാർ ഏത് നിമിഷവും താഴെ വീഴാമെന്നൊരവസ്ഥയിലാണ് ഹരിയാനയിൽ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഹരിയാനയുടെ ഒരു രാഷ്ട്രീയം നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ 2014 10 വർഷത്തെ കോൺഗ്രസ് ഭരണം അവസാനിപ്പിച്ചുകൊണ്ട് ബി.ജെ.പി. ഹരിയാന പിടിച്ചെടുക്കുന്നത്. ഒറ്റയ്ക്ക് ഭൂരിപക്ഷം നേടുന്ന അവസ്ഥയിലേക്ക് ബി.ജെ.പി. ആ തെരഞ്ഞെടുപ്പിൽ വളർന്നു. എടുത്തു പറയേണ്ട കാര്യം 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് ആയതുകൊണ്ട് തന്നെ മോദി തരംഗം വലിയ രീതിയിൽ ഹരിയാനയിൽ ആഞ്ഞടിച്ചു. ആ തെരഞ്ഞെടുപ്പിൽ 47 സീറ്റുകളാണ് ബി.ജെ.പിക്ക് ലഭിച്ചത്. തൊട്ടു മുൻപത്തെ അതായത് 2009 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വെറും 4 സീറ്റുകൾ മാത്രമുണ്ടായിരുന്ന പാർട്ടിയായിരുന്നു ഹരിയാനയിലെ ബി.ജെ.പി. കോൺഗ്രസിന് ആ തെരഞ്ഞെടുപ്പിൽ വലിയ തിരിച്ചടി ഏറ്റുവാങ്ങേണ്ടി വന്നു. വെറും 15 സീറ്റുകളിലേക്ക് കോൺഗ്രസ് ഒതുങ്ങി. മറ്റൊരു പ്രധാനപ്പെട്ട ഹരിയാനയിലെ രാഷ്ട്രീയ പാർട്ടിയായ INLD ഏകദേശം 19 സീറ്റുകൾ നേടുകയുണ്ടായി. അതിനുശേഷം 2019 എത്തുമ്പോൾ കാര്യങ്ങൾ മാറി മറിയുന്നുണ്ട്. ബി.ജെ.പിക്ക് ഭൂരിപക്ഷം ഒറ്റയ്ക്ക് നേടാനാവാത്ത ഒരവസ്ഥ. ഏകദേശം 41ഓളം സീറ്റുകൾ ബി.ജെ.പി. നേടിയെങ്കിലും ബി.ജെ.പിക്ക് ഒറ്റയ്ക്ക് ഭൂരിപക്ഷം ലഭിക്കാത്തൊരവസ്ഥ 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പായിട്ടുകൂടി ബി.ജെ.പിക്ക് സംഭവിച്ചു. അത്തവണ ബി.ജെ.പി. ഒരു തന്ത്രം കണ്ടെത്തിയത് ആ തെരഞ്ഞെടുപ്പിൽ പുതിയ താരോദയമായി ഉദിച്ചു വന്ന ഹരിയാനയിലെ പുതിയ രാഷ്ട്രീയ പാർട്ടിയായ ജനനായക് ജനതാ പാർട്ടിയെയും അതിൻ്റെ നേതാവ് ദുഷ്യന്ത് ചൗട്ടാലയെയും കൂടെ കൂട്ടുകയാണ്. അതോടൊപ്പം 10 സ്വതന്ത്രരെയും ബി.ജെ.പി. കൂടെ കൂട്ടി. ഇതോടെ സർക്കാർ രൂപീകരിക്കാൻ ബി.ജെ.പിക്ക് സാധിച്ചു. എന്നാൽ ജെ.ജെ.പിയും ബി.ജെ.പിയും തമ്മിലുള്ള ബന്ധം അത്ര സുഖകരമായിരുന്നില്ല. അതിൻ്റെ ഭാഗമായാണ് ജെ.ജെ.പി. പിന്നീട് ബി.ജെ.പി. സർക്കാരിൽ നിന്നും പുറത്തു പോകുന്നത്. ഇപ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പ് മെയ് 25 നടക്കാനിരിക്കെ ഹരിയാനയിൽ വലിയ രാഷ്ട്രീയ സംഭവ വികാസങ്ങളാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ തെരഞ്ഞെടുപ്പിൻ്റെ ഹരിയാനയിലെ ഒരു ട്രെൻഡ് മനസ്സിലാക്കുകയാണെങ്കിൽ 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പിലാണ് ആദ്യമായി ബി.ജെ.പി. ഹരിയാനയിൽ വലിയൊരു മുന്നേറ്റം കാഴ്ചവെക്കുന്നത്. ഏകദേശം 7 സീറ്റുകൾ നേടുന്നു. അതിനുശേഷം നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഭരണം ഒറ്റയ്ക്ക് പിടിച്ചെടുക്കുന്ന നിലയിലേക്ക് വന്നു. എന്നാൽ പിന്നീട് ബി.ജെ.പിയുടെ വോട്ട് വിഹിതവും ബി.ജെ.പിയുടെ അവിടുത്തെ സീറ്റ് നിലയും കുറഞ്ഞു വരുന്നൊരു കാഴ്ചയാണ് നമ്മൾ കണ്ടത്. അതിലൊരു വ്യത്യസ്തമായ അവസ്ഥ ഉണ്ടായത് 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മാത്രമാണ്. പുൽവാമയ്ക്ക് ശേഷമുള്ള വലിയ തരംഗം ഹരിയാനയിലും ആഞ്ഞടിച്ചതിൻ്റെ ഭാഗമായി വലിയ ഭൂരിപക്ഷത്തിൽ 10ൽ 10 സീറ്റും ബി.ജെ.പി. നേടി. എന്നാൽ ഇത്തവണ 10ൽ 10 സീറ്റും നേടുക എന്നത് ബി.ജെ.പിയെ സംബന്ധിച്ചിടത്തോളം അസാധ്യമാണ്. ബി.ജെ.പിക്കുള്ളിൽ തന്നെ ചില അപശബ്ദങ്ങൾ ഉയർന്നു വരുന്നുണ്ട്. അതിന് പ്രധാന കാരണം മുഖ്യമന്ത്രിയായിരുന്ന മനോഹർ ലാൽ ഖട്ടറിനെ മാറ്റിയത് തന്നെയാണ്. അതോടൊപ്പം ജെ.ജെ.പിയും കോൺഗ്രസും ഒരു സഖ്യധാരണയിലേക്ക് വല്ലതും ഈ ഘട്ടത്തിൽ കടക്കുകയാണെങ്കിൽ അത് ബി.ജെ.പിക്ക് ഹരിയാനയിൽ സംഭവിക്കാവുന്ന ഏറ്റവും വലിയ തിരിച്ചടിയായിരിക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല.